വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മായാസ്വതി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ദമാം ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലുള്ള ഒരു വീഡിയോ ആണ്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്കൂളിലേക്കാണ്. അപ്പോൾ നമ്മളുടെ പിള്ളേരെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ ഫാമിലി വിസയിൽ നമ്മളിവിടെ ദമാമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതാണ്. ഫസ്റ്റ് ഡേ അഡ്മിഷൻ ഓപ്പൺ ആയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളാണ് കേട്ടോ ദമാമിലുള്ളത്. സോ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയും തിരക്കായിരുന്നു. ഞങ്ങൾ ഉച്ചവരെ ഇരുന്നിട്ടാണ് ആക്ച്വലി ഞങ്ങളുടെ പേര് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്നാലും കുഴപ്പമില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊരു എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ ശരിക്കുമുള്ള ഡേറ്റ് കിട്ടിയത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയും പോയി. അപ്പോൾ ഫീസും കാര്യങ്ങളും ഒക്കെ എല്ലാം അടച്ചു. എക്സാം ഉണ്ടായിരുന്നു, 2 പേർക്കും എക്സാം ഉണ്ടായിരുന്നു. ഒരാൾ 3rd സ്റ്റാൻഡേർഡിലും ഒരാൾ 7th സ്റ്റാൻഡേർഡിലും ആയിരുന്നു. 2 പേർക്കും തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അങ്ങനെ 2 പേർക്കും എക്സാമൊക്കെ കഴിഞ്ഞ് 2 പേര് പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഫീസസും എല്ലാം കൂടി പേ ചെയ്തിട്ട് നമ്മൾ വന്നു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു ബുക്സൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ 2 ക്ലാസ്സിൻ്റെയും ബുക്സൊക്കെ കയറി നമ്മൾ വാങ്ങിച്ചു. സ്കൂൾ അപ്പോൾ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം പുതിയ പിള്ളേരൊക്കെ വരുന്ന ആ ഒരു ടൈമായിരുന്നു. ഇവിടെ LKG മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്. കുട്ടികൾ പഠിക്കുന്നത് ഇപ്പോൾ ബോയ്സിലാണ്. ഇതിൻ്റെ ഒരു ഗേൾസ് സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഞങ്ങൾ ബോയ്സിലായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നു, 2 പേരെയും കൂടി. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ 2 പേരും സ്കൂളിലൊക്കെ പോകാനായിട്ട് ഒരുങ്ങി. ഞങ്ങൾ യൂണിഫോം ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കളറൊക്കെ ഓൾറെഡി ചോദിച്ചു വെച്ചിട്ട് അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം ആക്സസറീസും ബാഗും ബോട്ടിലും എല്ലാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ രാവിലെ പോകാനായിട്ട് റെഡിയായി. ഇവർക്ക് നമ്മൾ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സായിരുന്നു, നമ്മുടെ റിലേറ്റീവ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ബസ്സായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6:30 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ നമ്മൾ ഇവരെ ബസ്സിലോട്ടാക്കാനായിട്ട് ഞങ്ങൾ താഴെ വരെ പോവും. താഴെ വരെ കൊണ്ടാക്കിയിട്ട് ഇവരെ ബസ് കയറ്റി വിട്ടിട്ടാണ് കേട്ടോ വരുന്നത്. ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഇവർക്ക് ക്ലാസ് ഉള്ളത്. ക്ലാസ് കഴിയുമ്പോൾ ബസ്സുകാർ തന്നെ ഇവരെ ക്ലാസ്സിൽ പോയി പിക്ക് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടാക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഫീസിനെ കുറിച്ചോ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഫീസ് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഞാനൊരു ലിവിങ് കോസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സ്കൂളിൻ്റെ ലിവിങ് കോസ്റ്റ് വരുന്നത്. ബിക്കോസ് കുറേ പേരൻസിന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എക്സ്പെൻസൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ താങ്ക് യു.